എൻ്റെ പേര് രേഷ്മ, സ്ഥലം തിരുവനന്തപുരം. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2020 ആദ്യമാണ്, അത് ഫെബ്രുവരിയിലാണ്. കോവിഡിന് മുമ്പായിട്ടുള്ള മാസത്തിലാണ് ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. എൻ്റെ ചേച്ചി ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ചേച്ചിയുടെ കൂടെയാണ് ആദ്യമായിട്ട് ഇവിടെ വന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ് കൃപാസന മാതാവിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചത്. എനിക്ക് ശക്തമായ വയറുവേദനയും നടുവേദനയും കാരണം ഞങ്ങൾ ആശുപത്രിയിൽ പോയപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയാൻ കഴിഞ്ഞത്. പക്ഷേ അങ്ങനെയാണെങ്കിലും അവരൊരു എക്ടോപിക് പ്രഗ്നൻസിയുടെ ചാൻസാണ് പറഞ്ഞത്, അതായത് കുഞ്ഞ് ട്യൂബിനുള്ളിലാണ് വളരുന്നത്. അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ചെയ്യണം, അത് എങ്ങാനും റപ്ചറായി കഴിഞ്ഞാൽ സർജറി ചെയ്യേണ്ടി വരും. അപ്പം അങ്ങനെ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് കുഞ്ഞുണ്ടാവുന്നതിനുള്ള ചാൻസ് കുറവാണ്. അപ്പം അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവർ പറഞ്ഞായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ടും 9ാമത്തെ മാസമായിരുന്നു. അതുകൊണ്ട് ഡോക്ടേഴ്സ് കുറേയധികം വെയിറ്റ് ചെയ്തു, അത് തനിയെ പോകുന്നെങ്കിൽ പൊക്കോട്ടെ എന്നുള്ള രീതിയിൽ. അങ്ങനെ ഒരാഴ്ചത്തോളം ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞ് വീണ്ടും സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ട്യൂബിലാണ് എന്നറിയാൻ കഴിഞ്ഞു. ഉടനെ തന്നെ സർജറി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയങ്ങളിലെല്ലാം ചേച്ചി എനിക്ക് വേണ്ടിയും ഇവിടെ ഉടമ്പടി പ്രാർത്ഥനയോട് പ്രാർത്ഥിച്ചിരുന്നു. ഞങ്ങളുടെ കുടുംബത്തിലെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി തന്നെ പ്രാർത്ഥിക്കുകയായിരുന്നു. സർജറിയുടെ സമയത്ത് എനിക്കറിയില്ല, എന്തെന്നില്ലാത്തൊരു ആത്മധൈര്യം ലഭിച്ചിരുന്നു. ചേട്ടൻ നേഴ്സാണ്, അപ്പോൾ ചേട്ടനും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയൊരു ധൈര്യം തന്നെ ആ സമയത്ത് ലഭിച്ചിരുന്നു. എന്നാലും സർജറി കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം എന്തായാലും അപ്പോൾ ഞങ്ങൾ കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് കരുതിയിരുന്നത്. അതായത് സാധാരണ സിസേറിയൻ ചെയ്യുന്ന പോലെ ആ ഒരു രീതിയിൽ അനസ്തേഷ്യ തന്നിട്ടായിരുന്നു ചെയ്തിരുന്നത്. പക്ഷേ വീണ്ടും 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരിക്കൽ കൂടെ സ്കാൻ ചെയ്തു. അതിനുമുമ്പ് ബീറ്റാസിയുടെ അളവ് നോക്കിയപ്പോൾ വീണ്ടും എനിക്ക് ബോഡിയിൽ കൂടുന്നുണ്ടായിരുന്നു. അതായത് വീണ്ടും എൻ്റെ ബോഡിയിൽ പ്രഗ്നൻസിയുടെ ഇതാണ് കാണിച്ചിട്ടിരുന്നത് സർജറി കഴിഞ്ഞ ശേഷവും. അപ്പോൾ ഡോക്ടേഴ്സിന് എല്ലാവർക്കും കൺഫ്യൂഷൻ, ഇതെന്താ ഇത് ഇങ്ങനെയെന്നുള്ള രീതിയിൽ. അപ്പോൾ വീണ്ടും ഞങ്ങൾ സ്കാൻ ചെയ്തപ്പോഴത്തേക്കും അറിയാൻ കഴിഞ്ഞത് ഞങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കുഞ്ഞ് യൂട്രസിലായി എന്ന് അറിയാൻ കഴിഞ്ഞത്. എന്ത് അത്ഭുതമാണെന്ന് ആർക്കും അറിയില്ല. അതായത് മെഡിക്കൽ സയൻസിനെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് സർജറി ചെയ്ത് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കുഞ്ഞ് എനിക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ യൂട്രസിനുള്ളിലായി എന്നറിഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഞങ്ങൾക്കൊരു വെല്ലുവിളി വന്നു. അതായത് സർജറി കഴിഞ്ഞു, അനസ്തീഷ്യ തന്നു. അപ്പോൾ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണ് ഇത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. പക്ഷേ ചേട്ടന് നല്ല സപ്പോർട്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പറഞ്ഞു എന്തായാലും ഞങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യുമെന്നുള്ള രീതിയിൽ. ആ സമയങ്ങളിലെല്ലാം തന്നെ എല്ലാ ദിവസവും കൃപാസനത്തിൽ ഉപ്പ് വിശ്വാസപ്രമാണം പറഞ്ഞ് ഞാൻ കഴിക്കുമായിരുന്നു. തൈലം വയറ്റിൽ പൂശുമായിരുന്നു. ചേച്ചി ഇവിടെ ആ സമയത്ത് ഈ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഓൺലൈനായിട്ടുള്ള പ്രാർത്ഥനകളിലെല്ലാം എനിക്ക് സ്ഥിരമായി അതേ ചേച്ചി ഇവിടെ മെസ്സേജ് അയച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എനിക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞങ്ങൾ ഓരോ സ്കാനിങ്ങിൻ്റെ സമയത്തും ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം എന്തായിരിക്കും സംഭവിക്കുന്നത്, 3-ാം മാസത്തെ സ്കാനിങ് 5-ാം മാസത്തെ സ്കാനിങ്ങിലൊക്കെ ഞങ്ങൾക്ക് നല്ല പേടിയായിരുന്നു. പുറമേ സന്തോഷമാണെങ്കിലും ഉള്ളിൽ ഞങ്ങൾക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കുഞ്ഞിനൊന്നും സംഭവിക്കരുത് എന്നുള്ള രീതിയിൽ. അങ്ങനെ 5-ാം മാസത്തിലെ അനോമലി സ്കാനിങ്ങിലും ഒരു പ്രശ്നമൊന്നുമില്ല എന്നറിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ടും ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ആ സർജറിയുടെ ബുദ്ധിമുട്ടുകളല്ലാതെ എനിക്ക് വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഇന്ന് 6-ാം മാസത്തിൽ കോവിഡ് വന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ കോവിഡ് വന്നു. ആ സമയത്ത് പോലും ഒരു ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാവാതാണ് ദൈവം കാത്തുകൊണ്ടു. അതായത് ഈ കൃപാസനത്തിലെ ഉപ്പ് ആ സമയത്തും എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടക്കം കൂടാതെ വിശ്വാസ പ്രമാണം കഴിഞ്ഞ് കഴിക്കുമായിരുന്നു. അങ്ങനെ 7-ാം മാസം കഴിഞ്ഞു. അപ്പോഴത്തെ സ്കാനിങ്ങിലും ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. ശരിക്കും അപ്പോഴാണ് ഞങ്ങൾക്കൊരു സമാധാനം വന്നത്, എന്തായാലും ഞങ്ങൾക്കിനി കുഞ്ഞിന് കിട്ടുമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ ആ കുഞ്ഞിനെ എനിക്ക് 9 മാസത്തോളം, അതായത് 37 ആഴ്ചയോളം ഉദരത്തിൽ വഹിക്കാനുള്ള ഭാഗ്യം ലഭിച്ചു. വീണ്ടും ആ സമയങ്ങളിൽ ലാസ്റ്റ് സമയത്ത് എനിക്ക് ഷുഗറും പ്രഷറും തൈറോയിഡും എല്ലാം കൂടി. അപ്പോൾ വീണ്ടും സിസേറിയൻ ചെയ്യേണ്ടി വരുമോ എന്നുള്ള രീതിയിൽ നല്ലൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവിടെയും പരിശുദ്ധ അമ്മ അതിന് അനുവദിച്ചില്ല. എനിക്ക് സുഖപ്രസവത്തിൽ കൂടെ തന്നെ ഒരു പെൺകുഞ്ഞിനെ ജന്മം കൊടുക്കാനുള്ള വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിച്ചു. ഇന്ന് നല്ല മിടുക്കിയായിട്ട് അമ്മോട് ഞങ്ങളോടൊപ്പം ഉണ്ട്. ഇത്രയധികം വലിയ കൃപാനം ചെയ്ത ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു.
ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടില്ല, പക്ഷെ ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവിടെ ഓരോ ഓൺലൈൻ പ്രേയറിലും എനിക്ക് വേണ്ടി പ്രാർത്ഥന സഹാപേക്ഷിക്കുമായിരുന്നു. ഞാൻ ഡെലിവറി ടൈമിലും അതുപോലെ സർജറി സമയത്തും എല്ലാം എനിക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിക്കുമായിരുന്നു. ചേച്ചി എപ്പോഴും പറയും, ഞാനിവിടെ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് തൊട്ടടുത്ത മിനിറ്റിലാണ് നീ പ്രസവിച്ചു എന്നൊരു വാർത്ത എനിക്കറിയാൻ കഴിഞ്ഞതെന്ന്. അങ്ങനെ ഒത്തിരിയധികം അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു. ഇത്രയധികം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ പരിശുദ്ധ അമ്മയ്ക്കും ഞങ്ങൾക്ക് ആ അനുഗ്രഹം തന്ന ദൈവം തമ്പുരാനും ഉണ്ണീശോയ്ക്കും അനേകായിരം നന്ദികൾ അർപ്പിക്കുന്നു.